നമുക്ക് എറണാകുളത്തെ ഇന്നലെ മരോട്ടിച്ചുവടിൽ ഒരു കൊലപാതകം നടന്നിരുന്നു. അതിൽ അറസ്റ്റിലായ പ്രതി സമീറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഉച്ചയോടെയാണ് എറണാകുളം CJM കോടതിയിൽ പ്രതിയെ ഹാജരാക്കുക. മദ്യപാനത്തിനിടയിലുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ പോലീസ് ഈ കേസിൽ എന്തൊക്കെ നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് പ്രവീണിനെ എറണാകുളത്ത് ഇവിടെ എടപ്പള്ളി മരോട്ടിച്ചോടിന് സമീപം പാലത്തിന് കീഴെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന് പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതൊരു അസ്വാഭാവിക മരണം, ഇത് ബലപ്രയോഗങ്ങൾ അടക്കം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ സമീറിനെ അറസ്റ്റ് ചെയ്യുന്നത്. സമീറിനൊപ്പം തന്നെ മറ്റൊരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവർ പതിവായിട്ട് ഇവിടെ മദ്യപിക്കുന്ന ഇയാളുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. കൊല്ലപ്പെട്ട പ്രവീണിനും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയാണ്. ഇവർ പതിവായിട്ട് ഇവരെല്ലാം തന്നെ ഇവിടെ കൂടാറുണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന മദ്യപാനത്തിനിടെ ഉണ്ടായിരുന്ന തർക്കമാണ് ഈ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. അതിനിടെ സംഘടനം ഉണ്ടാവുകയും ഇയാൾ ഇതിനിടെ കൊല്ലപ്പെടുകയുമായിരുന്നു ചെയ്തത്. പ്രവീൺ കൊല്ലപ്പെടുകയുമായിരുന്നു ചെയ്തത്. അത് സമീർ ഇപ്പോൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇന്നലെ സമീറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇയാൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ ഇയാൾക്ക് പങ്കില്ല എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇയാൾക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഇങ്ങനെയൊരു കൊലപാതകം നഗരത്തിൽ ഉണ്ടാകുക, ഇത്തരമൊരു ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോഴും തന്നെ നഗരത്തിൽ ഉണ്ട് എന്നത് പോലീസിന് വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് പല ഭാഗങ്ങളിലുമായിട്ട് നഗരത്തിൽ പലപ്പോഴും ഇത്തരം ഈ അക്രമ സംഭവങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ക്രിമിനൽ സംഘങ്ങളുടെ സാന്നിധ്യം പോലീസിന് വലിയ രീതിയിലേക്ക് തലവേദനകൾ പലപ്പോഴും സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഒരു കൊലപാതകവും പോലീസിന് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ക്രിമിനൽ സംഘങ്ങളെ പൂർണ്ണമായും തന്നെ ഈ തെരുവുകളിൽ പലയിടങ്ങളിൽ തമ്പടിക്കുന്ന സംഘങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ തന്നെ ഒരു വിലയിരുത്തലുള്ളത്. എന്തായാലും നടപടികൾ അത്തരം കാര്യങ്ങളിൽ ഊർജിതമാക്കുന്നു. പുതിയതായി ചാർജ് എടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് കൂടുതൽ പ്രതികളില്ല എന്നൊരു പ്രാഥമിക നിഗമനമാണ് മരോട്ടിച്ചോട് കൊലപാതകം സംബന്ധിച്ച് പോലീസിനുള്ളത്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ ഇന്നലെ കൊല്ലം